ഓക്കെ, ഇനി എന്തിലേക്ക് വരാം? നമ്മളെ ലാസ്റ്റത്തെ കുറച്ച് ഒരു കൺഫ്യൂസിങ് പോലത്തെ 3 മോളിക്യൂൾസ് HF, HCl ആൻഡ് LIF. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ SP മിക്സിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കയറി വരുന്നുണ്ട്. ഇത് മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ദ കോൺസെപ്റ്റ് ഓഫ് SP മിക്സിംഗ്. ഇവിടെ SPയും കൂടി മിക്സായി പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു എസ്സും പൊതുവേ നമ്മൾ എസ്സും തമ്മിൽ ബോണ്ടിങ്, 1s 1s, 2s 2s, പിന്നെ 2p അങ്ങനെയൊക്കെ ആയിരുന്നില്ല കണ്ടു. പക്ഷെ ഇവിടെ ഒരു ഇതിലെ ഒരു എസ്സും മറ്റേതിലെ പിയും ഒക്കെ തമ്മിൽ മിക്സായി പോകുന്ന കാര്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ SP മിക്സിംഗ് എന്ന് പറയാൻ കാരണം. നമുക്ക് ഏതായാലും HFൻ്റെ കാര്യം നോക്കാം. ഹൈഡ്രജൻ ഈസ് വെരി വെരി ലെസ് ദാൻ ഫ്ലൂറിൻ. ഫ്ലൂറിൻ രാജാവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീൻ്റെ കാര്യത്തിൽ. ദ കിങ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഏറ്റവും ഹൈ പൗളിംഗ് സ്കെയിലിൽ 4.0 നിൽക്കുന്ന ആളാണ് മറ്റേ ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഏറ്റവും ജാസ്തിയായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെത് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, 1s 1. അതേപോലെ മറ്റേ ഫ്ലൂറിൻ്റെത് 9 അറ്റോമിക് നമ്പർ, 1s2 2s2 2p5. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 10 ഇലക്ട്രോണും വരും. പക്ഷെ ഇവിടെ നമ്മൾ 4 എന്തൊന്നും വരക്കുന്നില്ല, 4 പെട്ടിയൊന്നും വരക്കുന്നില്ല, 3 പെട്ടി തൽക്കാലത്തേക്ക് മതി. അപ്പോൾ ഒരു കാര്യം ബിക്കോസ് ഹൈഡ്രജൻ ഈസ് വെരി വെരി ലെസ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ദെൻ ഫ്ലൂറിൻ. ഫ്ലൂറിൻ അപ്പോൾ അങ്ങ് താണു പോയിട്ടല്ലേ. ഇത് 1s ഈടിയും മറ്റേ ഫ്ലൂറിൻ്റെ 1s ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ 1s ഈടി, ഇതിൻ്റെ 1s ഈടും. കാരണം അത്രമാത്രം ഡിഫറൻസ് ഉണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തമ്മിൽ. അതുകൊണ്ടാണ് ഇത്ര ഗ്യാപ്പിൽ വരച്ചിരിക്കുന്നത്. ഇത് വെറുതെ വരച്ചതല്ല, ഇതിങ്ങനെ മുകളിൽ ടോപ്പിലെത്തി, ഇയാളങ്ങ് നേരെ പാതാളത്തിലെത്തിപ്പോയി. ഇത് ഫ്ലൂറിൻ്റെ 1s ആണ്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 1s ഈ 1s തമ്മിൽ ബോണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ 1s എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മളൊരു ഡോട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടും കാണുന്നത്. അതിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പെട്ടി വരക്കുക. ഇവിടെ എന്തില്ല, ഇവിടെ വേറെ പെട്ടിയൊന്നും ഇല്ല. കാരണം ഹൈഡ്രജനാണ്, ആകെ ഒറ്റൊരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. മറ്റേ കേസിലല്ലോ 2s ഉണ്ട്. അതായത് എല്ലാത്തിനും സമാസമായിരുന്നു. 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഹൈഡ്രജൻ ഭാവം ആകെ ഒരു ഒറ്റ ഇലക്ട്രോൺ മാത്രമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടു പോവുകയാണ്. ഇയാൾക്കപ്പോൾ ഇവിടെ നിന്ന് ബോണ്ടിങ്ങിനൊന്നും അപ്പോൾ സാധ്യതയില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഡോട്ട് വരച്ചിട്ട് ഈ 1s2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പെട്ടി വരച്ചു. അപ്പോൾ ഈ 1s2 ആക്ച്വലി ഇതേ സാധനം തന്നെ ഇവിടെ ഞാൻ കട്ടൻ പേസ്റ്റ് ചെയ്തതാണ്. ദിസ് ഈസ് ദ മറ്റേ പെട്ടി ഓഫ് 1s2 ഓഫ് ആ ഒരു ഫ്ലൂറിൻ ആറ്റം. അതേപോലെ ഇതിനപ്പോൾ പറയുന്ന പേരാണ് NB, അതായത് നോൺ ബോണ്ടിങ്. അതായത് ബോണ്ടിങ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നോൺ ബോണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അതേപോലെ 2s2 കാരണം ഇവിടെ ഒരു 2s2 ഉണ്ടല്ലോ. ഈ 2s2 ഇവിടെ എന്ത് ചെയ്യുക, ഒരു ഡോട്ട് വരക്കുക, എന്നിട്ട് ഒരു പെട്ടി വരക്കുക. വീണ്ടും അതന്നെ കട്ടൻ പേസ്റ്റ് ഇത് ആക്ച്വലി ഇതേ സാധനം തന്നെയാണ്. ഹൈഡ്രജനൊന്നും ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ല. അതുകൊണ്ട് ഇതും NB ആണ്. ഇതും നോൺ ബോണ്ടിങ്ങിൽ തന്നെ 2s2. ഇതും ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 സ്ഥലത്ത് ഡോട്ട് വരച്ചിട്ട് പെട്ടി വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രജൻ കയറി വരുവാണ്. ഇത് 2p5 ആണല്ലോ. അപ്പോൾ 2p എഴുതി, XYZ. അപ്പോൾ ഇവിടെ 2, അതായത് 1 2 3 4 5. എന്തായാലും ഇതെന്തായാലും ഓൾറെഡി ബോണ്ടിങ്ങിൽ ഓൾറെഡി പെയർഡാണ്. ഇവിടെയും പെയർഡാണ്. അപ്പോൾ ഈ 2 പേർക്കും ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇമ്പോസിബിളാണ്, പറ്റൂല. അപ്പോൾ ആര് കിടപ്പുണ്ട് നമ്മളെ സഹായിക്കാൻ? കളിയിലെ രാജാവ് S അല്ല Z. പിയിലെ സിഗ്മ 2pZ. ഈ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. ദിസ് ലോൺ ഇലക്ട്രോൺ ആര് അക്സെപ്റ്റ് ചെയ്യും? ഇയാൾ സിംഗിളായിട്ട് കിടക്കുന്ന പാർട്ട്ണർ എന്നില്ലാണ്ട് കിടക്കുന്ന ഹൈഡ്രജൻ്റെ ഇലക്ട്രോണെ സ്വീകരിച്ചിട്ട് അവർ തമ്മിൽ ഒരു കപ്പിൾസോ ബോണ്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയി തീരും. ഓക്കെ, ദേ ബിക്കം ടുഗെദർ. അപ്പോൾ ഇയാൾ ആക്ച്വലി ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഇതും പിന്നെ ഇതും തമ്മിലാണ് ബോണ്ടിങ് നടന്നിട്ട് ഇങ്ങനെ 2 ആവുന്നത്. ദിസ് 1s ഹൈഡ്രജൻ്റെ 1s ഇതിൻ്റെ 2pZ ഓർബിറ്റലിലെ ഈ ഒരു ഇലക്ട്രോൺ തമ്മിൽ ബോണ്ടായിട്ട് ഇതായി. ഇനിയിപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്? ഇവിടെ 2 4 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊരു ഡോട്ട് വരക്കുക, ഒരു പെട്ടി വരക്കുക, എന്നിട്ട് ഇത് അതേപോലെ തന്നെ എഴുതുക. ഇതിനിപ്പോൾ ഇവിടെ X ഉം Y അല്ലല്ലോ, അതായത് 2pX ഉം 2pY അല്ല ബാക്കിയല്ലോ. അത് 4 ഇലക്ട്രോൺസ് ഇവിടെ ടോട്ടൽ ചെയ്ത് 1 2 3 4. ഇതും ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല, ഇതും ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് ഇതിനെ നോൺ ബോണ്ടിങ് എന്ന് പറഞ്ഞു. ഏറ്റവും മുകളിലൊരു പെട്ടിയുണ്ട് സിഗ്മ സ്റ്റാർ S. ഇത് 2pZ എന്നല്ല പറയുക, ഇതിന് SPZ എന്ന് പറയുക. കാരണം എസും പിയും കൂടി മിക്സിംഗ് ആണ് നടന്നിരിക്കുന്നത്. മിക്സായിട്ടാണ് ഇവിടെ എന്ത് ഫോർമായിരിക്കുന്നത്, ഒരു പെട്ടി ഫോർമായിരിക്കുന്നത്, അല്ല ഒരു ഓർബിറ്റൽ ഫോർമായിരിക്കുന്നത്, മോളിക്കുലർ ഓർബിറ്റൽ. അപ്പോൾ അതിനെ കൊടുക്കുന്ന നമ്മളൊരു സ്പെഷ്യൽ നെയിമാണ് സിഗ്മ SPZ. എസ് ഇതിൻ്റെത്, പി ഇതിൻ്റെത്, രണ്ടിൻ്റെയും കൂടി മറ്റേ തുടക്കത്തിൽ ഫസ്റ്റ് ലെറ്റർ കൂടി ചേർത്തിട്ട് SPZ ഓർബിറ്റൽ. Z ഓർബിറ്റലിന് എന്താ പ്രസക്തി? കാരണം Z ഓർബിറ്റലാണ് ആകെ നമ്മൾ ഹൈഡ്രജൻ ഒരു കൂട്ട് കൊടുത്തത്.
ഓക്കെ, ഇത് സിഗ്മ സ്റ്റാർ 2p z അല്ല sp z ആണ്. ഇയാളിൽ എന്തില്ല, ഇലക്ട്രോൺസ് ഒന്നും വലിയ ഇങ്ങനെ ഒന്നും ഫില്ല് ആവുന്നില്ല. പോട്ടെ, ഇയാൾക്ക് പ്രത്യേകിച്ചിട്ട് റോളില്ല. ഇയാൾ വെറുതെ എന്താണ് മറ്റേ അണ്ടി കടിച്ചാണ് എന്നെ പോലെ നോക്കിയത്. ഇയാൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പോട്ടെ, ഇതിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്നോൻ്റെത് മറ്റേ നിങ്ങൾ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ ഈ പറയുന്ന അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനാണ്. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഇതാ ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടും 5/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ 2.5. ഇത് എന്താണ് ഇവിടെ ഇലക്ട്രോൺസ് എന്താണ് ബാക്കിയായി പോകുന്നുണ്ട്. കാരണം 15 ആണല്ലോ. 14 ആയിരുന്നെങ്കിൽ അതെന്താണ് ലാസ്റ്റിലത് 2 എന്ന് പറഞ്ഞിട്ട് ഫില്ല് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് 2 കഴിച്ചിട്ട് പിന്നെ ഒരു 1 ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 1 കാരണം അൺപെയർഡ് ഇലക്ട്രോൺസ് കാരണം ഇതിൻ്റെ ബിഹേവിയർ പാരാമാഗ്നറ്റിക് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1/2 × ലാസ്റ്റ് 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെത് ആൻസർ വരിക 3 ആണ് ഇതിൻ്റെ ബോണ്ടിങ് ഓർഡർ. അപ്പോൾ കാർബണും ഇത് തമ്മിൽ ട്രിപ്പിൾ ബോണ്ടിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, പോട്ടെ. അപ്പോൾ എന്താ ഇത് പാരാമാഗ്നറ്റിക് ആണോ? ഇത് പാരാമാഗ്നറ്റിക് ആണ്. കാരണം 14 ഇലക്ട്രോൺസ് ആണ് അത് എഴുതി വരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിൻ്റെ തന്നെ കോൺഫിഗറേഷൻ ആണല്ലോ. അപ്പോൾ എന്താ ലാസ്റ്റ് ഇവിടെ കണ്ടോ 2s2 2 2 2 എല്ലാം എന്താണ് അപ്പോൾ ഡയാമാഗ്നറ്റിക് ആണ്. N2 ഡയാമാഗ്നറ്റിക് ആണ്, 14 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതേ കേസ് ഇതെന്താണ് ജസ്റ്റ് മോളിക്യൂൾസ് മാറിയെന്നില്ലും പക്ഷേ CO ആണെങ്കിൽ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് 14 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെത് എത്രയാണ് വരിക പാര അല്ല ഡൈമാഗ്നറ്റിക് ആയിട്ടാണ് ഇതിൻ്റെ മാഗ്നറ്റിസം വരിക. ഇതിൻ്റെത് എന്താണ് ബോണ്ട് ഓർഡർ 1 ആണ് വരിക. അപ്പോൾ എന്താ ലാസ്റ്റിലേറ്റത് നിങ്ങൾ എണ്ണിയാൽ മതി. ഇവിടെ ആക്ച്വലി എന്താണ് മറ്റേ ആൻറ്റി ബോണ്ടിങ്ങിലൊന്നും കയറുന്നില്ല, ഇലക്ട്രോൺസ് കയറുന്നില്ല. അപ്പോൾ 1/2 ഇവിടെ ആകെ എന്താണ് ബോണ്ടിങ് ഇവർ രണ്ടുപേരും തമ്മിൽ മാത്രമാണ്. അപ്പോൾ 2 എന്താണ് ഇവിടെ ആക്ച്വലി ആൻറ്റി ബോണ്ടിങ്ങിലൊന്നും കയറുന്നില്ല. അപ്പോൾ 2 - 0 അതുകൊണ്ടാണ് 1/2 × 2 വന്നത്. അപ്പോൾ 1 എന്ന് വന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ എച്ചും എഫും തമ്മിൽ ഒരു സിംഗിൾ സിഗ്മ ബോണ്ട് ഉണ്ടാകും. ഈ സിഗ്മ ബോണ്ടിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആരോ കൊടുക്കുന്നത് ഈ Z ആണ്. ഈ Z ആണ് ഇയാൾക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. ഇവിടുത്തെ ഹോമോ ലൂമോ കണ്ടുപിടിക്കണം. ഹോമോ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ അതെന്താണ് NB ആണ്. കാരണം എന്താ ഏറ്റവും മുകളിൽ എനർജി കിടക്കുകയാണ്. പക്ഷേ എന്താ ഇവർ തമ്മിൽ എന്താണ് മറ്റേ ഇതില്ല ബോണ്ടിങ്ങിൽ. അപ്പോൾ ഈ ഒരു ആൾക്കാർ ഒന്നിക്കൽ ഇവർ അല്ലെങ്കിൽ ഇവർ ആര് എഴുതി കഴിഞ്ഞാൽ NB തന്നെയല്ല. അപ്പോൾ നോൺ ബോണ്ടിങ് ആണ് ഇതിൻ്റെ ആൻസർ. ലൂമോ എന്ന് പറയുന്നത് ലീസ്റ്റ് അൺഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അതേതാണ് ഇതിൽ ഒരു ഇലക്ട്രോൺസ് പോലും ഇല്ലാതെ അൺഓക്യുപ്പൈഡ് ആയിട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് ഇയാളാണ് ABMO എന്ന് പറയുമ്പോൾ എന്താ സിഗ്മ സ്റ്റാർ SPZ 2pz അല്ല SPZ. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ HFനെ പെട്ടി വരക്കേണ്ടത്. ഇനി HFനെ പെട്ടി വരച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ട് പോലെ തന്നെയാണ് ഇനി 3 കേസ് എന്താണ് ഇതേപോലെ തന്നെയാണ് ഈ LIFൻ്റെ കേസിലും പെട്ടി വരക്കേണ്ടത്. ദാറ്റ് വിൽ ബി വെരി സിമിലർ ടു ഈച്ച് അതർ. ഇനി HClൻ്റെ കേസ് ഓഫ് SP മിക്സിങ്ങിൽ ഹൈഡ്രജൻ ഈസ് ലെസ് ദാൻ ക്ലോറിൻ വളരെ വലിയ ഡിഫറൻസ് ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി തമ്മിൽ. അപ്പോൾ ഹൈഡ്രജൻ്റെ പെട്ടി മുകളിലും മറ്റേ ഇയാളെ പെട്ടി അങ്ങ് നേരെ പാതാളത്തിലായിരിക്കും കിടക്കുന്നുണ്ട്. ഇത് ഡിഫറൻസ് നോക്കിയെങ്കിൽ ഇതിൻ്റെ കൈ എന്താണ് വെച്ചിട്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഇത്ര ഡിസ്റ്റൻസിൽ വെച്ചിട്ടായുള്ളത് അല്ല ഹൈറ്റിൻ്റെ ഡിഫറൻസിൽ. അപ്പോൾ 17 എന്ന് പറയുമ്പോൾ ക്ലോറിൻ 17 1s2 2s2 2p6 ഇതൊന്നും ഞാൻ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ലാസ്റ്റത്തെ 2 മാത്രം ഞാനിവിടെ പെട്ടി വരയ്ക്കുന്നില്ല. 3s2 ഒരു പെട്ടി 3p5 ഒരു പെട്ടി. ടോട്ടൽ അപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 + 17 ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ 1s ഹൈഡ്രജൻ്റെ 1s 1 ഇടുക. അതേപോലെ ഇത് 3s ആണ്. ഈ പറയുന്ന പെട്ടി മറ്റേ ഇതെന്താണ് ഈ 3s2ൻ്റെ ഈ 3s2 ആണ്, അതായത് ക്ലോറിൻ്റെത്. അപ്പോൾ ഇവിടെ എന്താണ് ബോണ്ടിങ്ങിന് ആക്ച്വലി ഇവർ തമ്മിൽ ബോണ്ടിങ്ങിന് എന്തായാലും വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു ഞാനൊരു കാര്യം ചെയ്ത് ഇവിടെ ഒരു ഡോട്ട് വരച്ചിട്ട് എന്ത് ചെയ്തു ഒരു പെട്ടി വരച്ച് ഈ 2 ഇലക്ട്രോൺസ് നേരെ കട്ടൻ പേസ്റ്റ് ചെയ്ത്. ഇതിലെന്തില്ല ഇത് ആക്ച്വലി മറ്റേ ക്ലോറിൻ്റെ തന്നെ എന്താണ് 3s2 എന്നില്ല. കാരണം എന്താ ഇയാളായിട്ട് ബോണ്ടിങ് തന്നെ ഇയാൾക്ക് പ്രൊവിഷനില്ല. കാരണം ഓൾറെഡി പേഡപ്പ് ആയിപ്പോയി. ഇപ്പോൾ എന്താണ് വേറെ വഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് NB നോൺ ബോണ്ടിങ്. ഇനി അടുത്തതിലാണ് നമ്മൾ ഹീറോ കഥയിലേക്ക് കയറി വരുന്നത്. 3p എന്ന് പറയുമ്പോൾ എന്താ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 3p5 അല്ല 1 2 3 4 5 ഇവർ രണ്ടുപേർക്ക് എന്തായാലും ബോണ്ടിങ് വഴിയില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്തോളൂ ഇവർ കുറച്ചും ഒരു മോളിലായിട്ട് ഒരു പെട്ടി വരക്കും. എന്നിട്ട് 1 2 3 4 ഇവർ അങ്ങനെ എന്താണ് ആരുമായിട്ടും വലിയ ബോണ്ടും വലിയ ബന്ധമൊന്നും ഇല്ലാണ്ട് നോൺ ബോണ്ടിങ് ആയിട്ട് തന്നെ കിടക്കും. ഇവർ കുറച്ച് മുകളിലൊരു ഡോട്ട് വരച്ചിട്ട്. പക്ഷേ ആരുണ്ട് നമ്മൾ ഹൈഡ്രജനെ ഒരു ഇലക്ട്രോൺസിന് എന്താണ് സ്വീകരിക്കാൻ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. എന്താണ് കാമുകി ആരാണത്? Z ഓർബിറ്റൽ ഇസ് ദ person waiting for our electron of hydrogen and together they bond. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അതാണ് വീണ്ടും SP തമ്മിൽ മിക്സിങ് SPZ ഓർബിറ്റലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ബോണ്ടായി നല്ല ഫ്രണ്ട്ഷിപ്പായി പറഞ്ഞ ഇവർ തമ്മിലൊരു ഓർബിറ്റൽ ഉണ്ടാക്കി. മുകളിലും എന്ത് ചെയ്യുക ഒരു ഡോട്ട് ഇതും ഇങ്ങനൊരു ഇത് കാണിക്കുക.
അപ്പോൾ എന്താ അതേപോലെ ഇയാളായിട്ട് അതായത് ഇങ്ങനെ ഒരു ആരോ, അതായത് എൻ്റെ അടുത്ത് പെൻസിലും ഇല്ല, അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് ആരോ വരക്കേണ്ട ആവശ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ വരെ ഒരു ജോയിൻറ്റ് കൊടുത്തിട്ടില്ല. ആ ജോയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി. ഇറ്റ്സ് നോട്ട് നീഡ്. കാരണം ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ തമ്മിൽ മാത്രം ഇങ്ങനെ ഒരു ആരോ വരക്കുക, ആരോ അല്ല ലൈന് വരക്കുക, ഇത് ഡോട്ട് ഡോട്ട് ഡോട്ട്, ഇതിങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ട്, ഇവിടുത്തെ കണക്ഷന്, ഇവിടെ കണക്ഷന്, ഇവിടെ കണക്ഷന്. ഇവിടെ എന്തില്ല, സിഗ്മ സ്റ്റാർ SP-Z എന്തില്ല, ഒരു ഇലക്ട്രോൺസും ഇല്ല. ഇത് HCl കേസ്. ഇതിൻ്റെ ബോണ്ട് ഓർഡറും എന്ത് ചെയ്യുക, പാരാമാഗ്നറ്റിസവും ഡയോമാഗ്നറ്റിസം മാഗ്നറ്റിസം ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻസറിൽ. ഞാൻ നിങ്ങളെ അടുത്തുനിന്ന് ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി LiFൻ്റെ കേസ്. Li എന്ന് പറയുന്നത് അതും എന്തായാലും ഫ്ലൂറിനെക്കാട്ടും ഭയങ്കര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആളാണ്. Liൻ്റെത് 3 ആറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s1. ഈ 1s2 നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 2s1 ഒറ്റ ഇലക്ട്രോൺ മതി. ഇത് ഓൾമോസ്റ്റ് അപ്പോൾ ഒരു ഹൈഡ്രജൻ പോലത്തെ സിസ്റ്റം തന്നെയാണല്ലോ. ആകെ ഒറ്റ ഒരു ഇലക്ട്രോൺ അല്ല എൻ്റെ ബാലൻസ് ഷെല്ലില്ലല്ലോ. ഫ്ലൂറിന് 1s2 2s2 2p5 ആണ്. അപ്പോൾ എന്താണ് ഇതിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഫ്ലൂറിന് നല്ല ജാസ്തിയുടെ ഏറ്റവും നല്ല താണിട്ടായിരിക്കും മറ്റേ ഫ്ലൂറിൻ നിൽക്കുന്നുണ്ടാവുക. ഇതിൻ്റെ 1s, ഇതിൻ്റെ 2s. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ഡോട്ട് 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 വരക്കുക, ഇവിടെ ഡോട്ട് 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 വരക്കുക, ഇവിടെ പെട്ടി വരക്കുക, ഇത് 2 ഇലക്ട്രോൺസ്, ഇവിടെയും പെട്ടി വരക്കുക 2 ഇലക്ട്രോൺസ്. ഇത് രണ്ടും എന്ത് ചെയ്യൂല, ഇയാളായിട്ട് ബോണ്ട് ചെയ്യൂല. അപ്പോൾ ഇത് എന്താണ്, ഇത് ആക്ച്വലി എന്താണ് ഫ്ലൂറിൻ്റെ തന്നെ 2s-ഉം 1s-ഉം ആണ് റെസ്പെക്റ്റീവ്ലി, NB. അപ്പോൾ ഇതെന്താ 2s 1 ഇലക്ട്രോൺ. ഇയാൾ ആരുമായിട്ട് ബോണ്ട്, ഞാൻ വീണ്ടും പറയാണ്, എന്താണ് ഇവർക്കും ബോണ്ട് ചെയ്യാൻ സാധ്യതയില്ല, ഇവർക്കും ബോണ്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇയാൾ എന്താണ് വീണ്ടും എഗെയിൻ ദറ്റ് റിലേഷൻഷിപ്പ് Z-ഉം ഇയാൾ S-ഉം തമ്മിൽ, Z എന്ന് വെച്ചാൽ PZ-ഉം S-ഉം PZ തമ്മിൽ മിക്സ് ആയിട്ട് വാ, എന്തൊരു നല്ല റിലേഷൻഷിപ്പാണ്. ഇവർ 2 ഇലക്ട്രോൺസ് തമ്മിൽ ബോണ്ടായി, അടിപൊളി ബോണ്ടിങ്, സിഗ്മ SP-Z മിക്സിങ്. അപ്പോൾ എന്താ അത് എന്താ ഇവർ തമ്മിൽ മിക്സായി എന്ത് ചെയ്യുക, ഇവിടെ എന്നിട്ട് ഈ 2 കാണിക്കേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോട്ട് 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 വരക്കുക, പെട്ടി വരക്കുക, ഈ 2 ഇലക്ട്രോൺസ് 4 ഇലക്ട്രോൺസ് അതേപോലെ അത് 1 2 3 4. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക, ഇവിടുന്ന് ഒരു കണക്ഷൻ നേരെ ഇവിടത്തേക്ക് കൊടുക്കുക. ഇവിടുന്ന് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കേണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് വരക്കുക. അതിന് ശേഷം സിഗ്മ സ്റ്റാർ SP-Z. ഇവിടെ എന്താണ് NB ആണ്, കാരണം ഇവിടെയും എന്തില്ല, ഇലക്ട്രോൺസ് ഒന്നും കയറുന്നില്ല. ഓക്കെ, ഇലക്ട്രോൺസ് കയറുന്നില്ല, എന്നാലും ഇവിടെയും ബോണ്ടിങ്ങും നടക്കുന്നില്ല. ഇതാണ് ആക്ച്വലി 3 മോളിക്യൂൾസിൻ്റെ എന്താണ് എനർജി ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വരക്കുക. HClൻ്റെത് ഇതൊക്കെ കണ്ടില്ല, ഓൾമോസ്റ്റ് 3 ആക്ച്വലി സെയിം ആണ്. അപ്പോൾ ഇത് LiF.